ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. 20 വർഷം തടവ് എല്ലാവർക്കും കോടതി വിധിച്ചിരിക്കുകയാണ്. 6 പ്രതികൾക്കും പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇത് ഈ പറയുമ്പോൾ തന്നെ കോടതി വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കുറ്റക്കാരെല്ലാം തന്നെ 40 വയസ്സിന് താഴെയാണ്. അതുപോലെ തന്നെ കേസിന്റെ സെൻസേഷൻ ഒരു തരത്തിലും ഈ ശിക്ഷ വിധിക്കുന്നതിൽ സ്വാധീനം ഉണ്ടാക്കുന്നതില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 20 വർഷം കഠിന തടവിന് വിധിക്കുകയാണ് നിലവിൽ ഇപ്പോൾ കോടതി. സിജോ, തുടരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ കൃത്യത്തിൽ പങ്കെടുത്ത കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് പരമാവധി ലഭിക്കുന്ന ഒരു ശിക്ഷ 20 വർഷം വരെ തടവ്, ഒപ്പം തന്നെ അല്ലെങ്കിൽ ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഈ ആ സമയത്ത് പറഞ്ഞിരുന്നത്. അത്തരത്തിൽ തന്നെ മാക്സിമം പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ശിക്ഷയിൽ ഇളവ് ലഭിക്കണം എന്നുള്ള ഒരു വാദമാണ് പ്രതിഭാഗം അഭിഭാഷകരെല്ലാം തന്നെ ഉയർത്തിയിരിക്കുന്നത്. എല്ലാവർക്കും 20 വർഷം തടവ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി. 6 പ്രതികൾക്കും 20 വർഷം തടവ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട വിധിയാണ്. ഈ 20 വർഷത്തിൽ എന്തായിരിക്കും വ്യത്യാസം എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 120B ഗൂഢാലോചനയാണ്, 120B ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്കാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 376D, 120B എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞ സാഹചര്യത്തിൽ 20 വർഷം തടവാണ് പൾസർ സുനി മുതൽ 6 പ്രതികൾക്കും ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. ഈ 20 വർഷത്തെ തടവിന്റെ വിശദാംശങ്ങൾ, ഇത് കഠിന തടവാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് വന്നിട്ടില്ല ഇതുവരെ. ഉറപ്പായിട്ടും അതുകൂടി അറിയേണ്ടതുണ്ട്. ഈ 20 വർഷം തടവ് എല്ലാവർക്കും നൽകുന്നതിലൂടെ എല്ലാവരും ചെയ്ത കുറ്റകൃത്യം, നേരത്തെ വലിയ ചർച്ചയായത് ജഡ്ജി ആ കാര്യത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചത് കൊണ്ടാണ്. ഒരാൾ മാത്രമല്ലേ കൃത്യം നിർവഹിച്ചിട്ടുള്ളൂ എന്ന ചോദ്യം ഉയർന്നതുകൊണ്ടാണ് ആ ചർച്ചയിലേക്ക് പോയത്. പക്ഷേ എല്ലാവരുടെയും കുറ്റം ഒന്നു തന്നെയാണ് എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കൂട്ടബലാത്സംഗത്തിനാണ് ശിക്ഷ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത ഓരോ കാര്യവും കൂട്ടബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുന്നതാണ്, ബലാത്സംഗ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നതാണ് ഇപ്പോൾ ജഡ്ജി വ്യക്തമാക്കിയിരിക്കുന്നത്. ശിക്ഷ കൂട്ടബലാത്സംഗത്തിനാണ്. എല്ലാവർക്കും 20 വർഷം തടവ് എന്നുള്ളതാണ്. കഠിന തടവ് എന്നാണ് നമ്മൾ പറയേണ്ടത്. കഠിന തടവ് തന്നെ മുത്തബ അറിയിക്കുന്നു. കഠിന തടവാണ്, 20 വർഷം കഠിന തടവാണ്. അതിൽ ഒരുപക്ഷെ ഇവരൊക്കെ റിമാൻഡ് ഘട്ടത്തിൽ എത്ര നാൾ ജയിലിൽ കിടന്നു എന്ന് നോക്കി അത് ഒരുപക്ഷെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് ഓരോ പ്രതിയും എത്ര നാൾ ജയിലിൽ കിടന്നു എന്നതുകൂടി പരിശോധിക്കേണ്ടി വരും.